हरि ओम। हरि श्री गणपतये नमः। अविघ्नमस्तु। रामाय रामभद्राय रामचंद्राय वेदसे रघुनाथाय नाथाय सीताय पतये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि. SPYSS NYC മലയാളം ഓൺലൈൻ നടത്തി വരുന്ന രാമായണ പാരായണത്തിന്റെ 27ാം ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായ ഈ സായാഹ്ന വേളയിൽ പങ്കാളികളാവാൻ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാരായണം ചൊല്ലുന്നത് പ്രഭാ വിജയകുമാർ അക്ക, വിജയൻ എസ് നായർ അണ്ണൻ, പുഷ്പ സുരേന്ദ്രൻ അക്ക, ബിന്ദു അജയ്കുമാർ അക്ക, ഉഷ മാധവൻ അക്ക. ചൊല്ലേണ്ടത് ദിവ്യ ഔഷധ ഫലം മുതൽ ഭീരുമായ ലങ്കാപുരം കുക്കനന്തരം വരെയാണ്. പിന്നെ സാരാംശം പറയാനായി രാജമ്മ അക്കയും ബാക്കപ്പിൽ ബിനി അക്കയും ഗിരിജ രാജേന്ദ്രൻ അക്കയും ഉണ്ട്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ സൈഡിന് സുനൈന അക്കയും ഉണ്ട്. ഹരി ഓം. പ്രഭാ വിജയകുമാർ അക്കയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ദിവ്യൌഷധബലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധമാസം വൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറ്റി ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റുതട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിന എല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലിങ്ങനെ രാത്രിയും ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൽ കവിപുങ്കവൻ വന്നാൻ നരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്രിയേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടന്നാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോടു ചൊല്ലീനർക്കതനേനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വെക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരെ. കൂപത്തടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരധാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടൂ മന്ദകൻ വീട്ടിൽ നിന്നയക്കാമനുക്ഷണം.
എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്മ്യ ഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായ തനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാചീ സമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ചക്രനോടങ്ങറിയിപ്പാനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ബൂതിയായി വന്നിതു. രാത്രീഞ്ചര സ്ത്രീകൾ വെന്തലറിഞ്ഞിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെരെ ചാകയും മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കുകയും ഗോത്രാരിജിത്തം ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രീഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രീഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാഥ ഘോഷവും ആനകൾ വെന്തലെറിയിടുന്ന ഘോഷവും മാനരന്മാർ നിന്നലുറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാഥവും സന്തതം തിങ്ങി മുഴുങ്ങിച്ചമഞ്ഞിതു. ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംബനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രജങ്കനും എത്രയും വമ്പുള്ള യുപാശനും ശോണിദാശനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നെടുത്താർ കവിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതരു രാത്രീഞ്ചരന്മാർ തെരുതെരെ ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും മിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കുകയും മാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പൂക്കിതേറ്റരക്ഷോഗണം. കമ്പനൻ മൻപോടെടുത്താനതു നേരം അമ്പു കൊണ്ടറ്റമകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത് ചെമ്പാരി നന്ദനപുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം ബിംബെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാശനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്തതാരതു നേരം അങ്കദൻ ഗൗണഭന്മാർ മൂവരോടും പൊരുതീ ക്ഷീണനായി വന്നിതു ബാലീതനയനും. മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം നന്നെടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെ താരേയനുമത. പിന്നെ അവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമത. മൈന്ദനും യൂപാശനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരൻ വരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാൽ വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു ചാടി വീണുഗ്രതയോടവൻ വിൽകളഞ്ഞിടിനാൻ. മുഷ്ടയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ദിൽ വാരാന്യതേയങ്ങളക്കി മറിച്ചതേ ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജരുമത കണ്ട് കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരിഹമവുമായുടൻ സിംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജനഗ്രേ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ. മാരുതേ മാറിലടിച്ചാൻ നികുംബനും കാരിൽ നുറുങ്ങി വീണു തൽപരിഹവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞതീനതേ കൃതനായോരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താർ കവിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു തന്ത്രം കേട്ട് ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ പരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ.
ചെന്നു നീ രാമാദികളെ ജയിച്ചിങ് വന്നിടുകെന്ന നേരം മകരാട്ടനും തന്നുടെ സൈന്യതമേതം പുറപ്പെട്ടു സന്നാഹമോട് മടുത്തു രണാങ്കണേ പന്നകതുല്യങ്ങളായ ചരങ്ങളെ വഗ്നികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്നഭയം ധരികന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ ബില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാട്ടനും ഭിന്നമായി ശരീരം കമലാട്ടനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു കരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നോരു ചാവും തേരും പൊടി കൊടുത്താൻ ഇത് രാഘവൻ ഭാരതി തന്നെയും കൊന്നാനതു നേരം പാരിലാം മാറുചാടി ശൂലവും കൊണ്ട് പാരമടുത്ത മകരാട്ടനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ച് ദേവകൾക്ക് ആപത്തുമൊട്ടു തീർത്തിയിടിനാൻ രാവണിതാനതറിഞ്ഞ് കോപിച്ചു വന്നവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ അത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടും കൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ട് മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോൾ അടിയന് അരികളെ നിഗ്രഹിച്ചുൾ പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം പൊക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം ഇത്തം പറഞ്ഞ പിതാവിനെ വന്നിച്ച് വൃത്താരിച്ചിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ട സൗമിത്രേ ചെന്ന് കാകുൽസരോടിത്തമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ഉടനനന്താനന്ദം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കേണം ഇങ്ങനെ മാത്രമേതു നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചെന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോട് ആയുധം പോയവരോടും വിശേഷിച്ചും നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാവതല്ലായിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ട ഒരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായതോ വാനര വീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മെഴിയാൾ മുറിവിളിച്ചിടിനാൾ ചോരയും പാരിൽ പരന്നിതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തതിൽ പരമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതൻ നന്ദനൻ ചൊല്ലുന്നതും കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം മാരുതി എന്ത് കൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറന്തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്തരം ലോകേശ നന്ദന പാർക്കരുതേതുമേ ഇത്തമാകർണ്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തു കൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ലേ ഞാൻ ഉണ്ടോരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയും ഇങ്ങോട്ടിനി ചെന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചതു മൈഥിലി തന്നെ നാശവൃത്താന്തം എപ്പെരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു രഘൂത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമടി
ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗ സീമനി ചേർത്താനതു കണ്ടു നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തോ ഒരു ഘോഷമുണ്ടായിരുന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരീശാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാ. മായാ നിപുണനാം മേഘനിനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ. മാർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്നു ഉക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ട് കണ്ടോരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമില്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കാതയാനിതേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടേതുമേ യാത്രയയക്കേണമെന്നു വിഭീഷണൻ. ചൊന്നതു കേട്ടലാലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവൻ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവി സേനയും രക്ഷോവരനും നടന്നാനതു നേരം. മൈന്ദൻ വിവീതൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ ബ്രഹ്മാധീശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭിലപൊക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൽ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോര രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റതരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിന്നടുത്തിയിടിനാൾ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൾ. വീര കഴിഞ്ഞീല ഹോമമീവനെങ്കിൽ നേര വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതാനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തതീ വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചെന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെ എഴുതിയിടിനാൽ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതാൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ. ദശാനന പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമാ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു കൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർ തേടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടേതും ഗതിയില്ല നിർണയം. ഊർധലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധാമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൽ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ വംശം മുടിക്കുന്നതിന്നു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ.
വംശത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലി നായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂവി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളല്ലായില്ലെന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവൻ. യുദ്ധം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറി ഞാൻ ഏറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൽ ശക്രാരി മേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൽ. രക്താഭിഷിക്ത ശരീരികളായതോ നർത്തഞ്ജനും സുമിത്രാതനയനും പരാമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതീ സാരമായോരു വില്ലും മുറിച്ചിടിനാൽ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൽ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൽ. മന്നവൻ ഭക്തി കണ്ഠാത്മജനം നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൽ. സത്വരം ലങ്കയിൽ പൊക്കുതേരം പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പൂണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പേരുണ്ടായതിലിനിയും ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീര പുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു. കൃജം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരൂഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമാമന്തര തുണിയിൽ വന്നു പൊക്കൂശരം. ഭൂമിയിൽ വീണു ദൂരാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാലുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഘാടമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം പുകർന്നിടിനാൻ. മൂർധനി ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു. ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം. രാവണൻ താനും മരിച്ചാനറിയ നീ ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും. പുത്രശോകത്താലിനി ദശഗ്രീവനും രാവണവിലാപം. ഇത്തം അന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന ഹാഹാ സുകുമാര വീരാമനോഹര മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു. ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. പിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ.
ഖഡ്ഗവും ഒങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതിയായി എത്രയും വേപതുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിൽ ആവതല്ലോർക്കിൽ ഗുഹനുമനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ധ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവൃത സ്നാനാപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നു എത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോമയ സാർദ്ധം വീരവോട് പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ ശുപാർശൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളം ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്നുപോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘൂത്തമൻ ബാണങ്ങളെ ചെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണ ദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമെന്നർത്ഥ അതിഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. ഏക ശ്ലോകി രാമായണ. പൂർവം രാമം തപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതന്തി രാമായണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. സാരാംശം പറയുക എന്നുള്ളതാണ് അടുത്ത പ്രോഗ്രാം. നമുക്കപ്പോൾ സാരാംശം പറയുന്നതിന് മുമ്പേ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ശ്രീരാമനും ഹനുമാനും. അപ്പൊ നമുക്കൊരു നിമിഷം അവരെ ഒന്ന് സ്മരിച്ചിട്ട് തുടങ്ങാം. ഹരിയോ. നമുക്ക് കൂടെ പാടാൻ മനസ്സിൽ നമ്മളെ ടീച്ചർ പഠിപ്പിച്ചതാണ്, പഠിപ്പിച്ചതാണ്. രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാം. രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാം. രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാം. രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാം. ശ്രീരാമൻ നാമം കേട്ടാൽ ഉടനെ വരുമേ ഹനുമാൻ. ശ്രീരാമൻ നാമം കേട്ടാൽ ഉടനെ വരുമേ ഹനുമാൻ. രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാം.
സന്ദർഭത്തിനനുസരിച്ച് ഒരു പാട്ടാണ് നമ്മളെ ഗിരിജാക്ക പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഞാനൊന്ന് ചൊല്ലിയെന്നേ ഉള്ളൂ. അപ്പം രാമനാമം കേട്ടാൽ ആ കേൾക്കുന്ന സ്ഥലത്ത് ഹനുമാൻ എത്തിച്ചേരും എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ശ്രീ ഹനുമാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ. ശ്രീരാമചന്ദ്രനും നമ്മളെ ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പം ഇന്ന് വായിച്ചതിലെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വീണ്ടും വീണ്ടും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും കേട്ട് സ്പഷ്ടമായിട്ട് എല്ലാവരും വായിച്ചു, കഥയെ അറിയാം. എന്നാലും ഈ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ച്, ഇതിനകത്തെ തത്വങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ശ്രീരാമചന്ദ്രനും കപികുലവും മുന്നോട്ട് പോയി യുദ്ധം ചെയ്തു. പക്ഷേ നമ്മുടെ ആ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം പെട്ടെന്ന് നിൽക്കുകയും രാവണ സൈന്യത്താൽ ഇവർ പരാജിതപ്പെട്ട എല്ലാവരും മരണത്തിന് തുല്യമായി വീഴുകയും ചെയ്തപ്പോൾ വിഭീഷണൻ ഇങ്ങനെ തിരക്കി നടന്നു, ആരുണ്ട് ജീവനുള്ളത്. അപ്പൊ ജാമ്പവാൻ ചോദിക്കുന്നു, മാരുതി ഉണ്ടോ എന്നൊന്ന് തിരക്ക്. അപ്പം തിരക്കുമ്പോ മാരുതിയുണ്ട്. മാരുതിയെ ജാമ്പവാൻ എവിടെ ഇവരെയെല്ലാം ജീവിക്കുന്നതിന് വേണ്ടി ഔഷധത്തിന് വേണ്ടി കൈലാസത്തിലേക്ക് ഋഷഭാദ്രിയിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ കുറെ പോകുന്ന വഴിക്ക് നമുക്ക് ഏത് പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും എല്ലാത്തിനും അതിൻ്റെതായ വിഘ്നങ്ങളും പ്രശ്നങ്ങളെയും നമുക്ക് നേരിടേണ്ടി വരും. അത് ദൈവകഥയായാലും മനുഷ്യകഥയായാലും സമൂഹത്തിന്റെ കഥയായാലും അങ്ങനെയാണ്. അപ്പൊ പല പ്രതിസന്ധികളെയും നേരിട്ടിട്ട് ഹനുമാൻ പോയി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ 4 മരുന്നുകളെ കാണാതെ പഠിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ ഏത് മരുന്നാണ് പറിക്കേണ്ടത് ഏതാണെന്ന് മനസ്സിലാവാതെ നിന്ന് വിഷമിക്കുമ്പോൾ മൃതസഞ്ജീവിനി മരുന്നാണ് ഇവിടെ വേണ്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ആ പർവ്വതത്തെ തന്നെ, ആ അദ്രിയെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട്, ഒരു ചന്ദ്രബിംബം പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന മാതിരിയിൽ ഹനുമാൻ ഇവിടോട്ട് പറന്നു വന്നു. ആ പറന്നു വന്ന അതിന്റെ അതിന്റെ മണം അടിച്ചതിനോടുകൂടി മുഴുവൻ പേരും ബൂസ്റ്റ് ചെയ്ത് എഴുന്നേറ്റ, ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ മാതിരി അവരെഴുന്നേറ്റ് അവർക്ക് ശക്തി ഉണ്ടാകുന്നു. അവർ പൂർവാധികം ശക്തിയുള്ളവരായിത്തീരുന്നു. പക്ഷേ രാവണന്റെ സൈന്യത്തിന് എന്താണ് പറ്റിയത്? രാവണൻ എന്താണ് ചെയ്തത്? അവരുടെ സൈന്യം മരിച്ചതിനെ എല്ലാത്തിനെയും ഒരു റെസ്പെക്റ്റും കൂടാതെ കടലിലേക്ക് ഒഴുക്കിയ കാരണം ഇതിന്റെ മണം ഏക്കാനോ കടലിലെ ജലം തന്നെ എന്തായി തീർന്നു, മലിനമായി തീർന്നു. അങ്ങനെ അവർക്കൊന്നിനും രക്ഷപ്പെട്ട് ജീവനിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ പൂർവാധിക ശക്തിയോടെ രാവണനുമായിട്ട് ഇങ്ങനെ യുദ്ധം നടക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ, ഞാനിവിടെ കഥകൾ മുഴുവൻ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ആരാണ് രാവണൻ, ആരാണ് ശ്രീരാമൻ? അപ്പൊ ശ്രീരാമൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സത്തേ ചിത്തേ ആനന്ദം, സച്ചിദാനന്ദ സ്വരൂപനായ ആ ഈശ്വരനാണ് ശ്രീരാമചന്ദ്രൻ. ആ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീരാമന് ആരാണ്? നമ്മുടെ ഹനുമാൻ വായുപുത്രനാണ്. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന വായുവിന്റെ മകനാണ് വായുപുത്രൻ. വായുവിന്റെ മകൻ വായു തന്നെയാണ്. തുളസി നട്ടാൽ തുളസിയേ ഉണ്ടാകത്തുള്ളൂ, ചൊർദനം നട്ടാൽ ചൊർദനമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്നുണ്ടായ മകൻ വായുവാണ്. അപ്പോഴെന്താണ്? പ്രാണനാണ്. ഹനുമാൻ എന്ന പ്രാണനും സച്ചിദാനന്ദ സ്വരൂപനായ ആ ബ്രഹ്മസ്വരൂപവുമായ ശ്രീരാമചന്ദ്രനും, പിന്നെ സീതാദേവി എന്നാണ് മായയാണ്. ആ മായയാലാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈശ്വരനായ ഭഗവാൻ ഒരു സാക്ഷിയായിട്ട് നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 പേരും ഇന്റർ കണക്റ്റഡ് ആണ്. സീത ആകുന്ന മായ, സാക്ഷാൽ ഈശ്വരനായ ശ്രീരാമൻ, പ്രാണനാകുന്ന ഹനുമാൻ. അതാണ് ഹനുമാൻ ഭക്തി അങ്ങോട്ട്, എൻ്റെ ശ്രീരാമ ഭക്തിയെ കാണിക്കാൻ വേണ്ടി നെഞ്ചങ്ങോട്ട് പിളർന്ന് കാണിക്കുമ്പോൾ ആ നെഞ്ചിൽ കാണുന്നത്, ആ ഹൃദയമാകുന്ന പത്മത്തിൽ കാണുന്നത് ശ്രീരാമചന്ദ്രനെയാണ്. അപ്പൊ ഭക്തി ഉള്ളവർക്ക് മാത്രം ദർശിക്കാൻ കഴിയുന്ന ആ ശ്രീരാമചന്ദ്രൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ ഹൃദയ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഈശ്വര സ്വരൂപം, ആ ഈശ്വര സ്വരൂപത്തെ നമ്മളാക്കി മാറ്റുന്നത്
ആരാണ്? പ്രാണനാണ്. ഹനുമാനാകുന്ന പ്രാണനാണ്. ആ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം മായയാണ്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നും നിലനിൽക്കാത്തതെന്തോ അത് മായ, എന്നും നിൽക്കുന്നതെന്തോ, സത്തായിട്ടുള്ളതെന്തോ അത് സച്ചിദാനന്ദൻ. പ്രാണൻ ഇല്ലാതെ ഒന്നും നമുക്ക് നിലനിൽപ്പില്ല. അപ്പൊ മൂന്നും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈ രാമായണമെല്ലാം വായിക്കുമ്പോൾ എന്തിനാണ് ഈ എഴുത്തച്ഛന് അല്ലെങ്കിൽ വ്യാസന് അല്ലെങ്കിൽ പിന്നെ വാൽമീകി ഒക്കെ ഈ കഥയായിട്ട് ഇങ്ങനെ ഈ ഭാഗവതവും ഇതെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അറിവ് പകരുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. അപ്പൊ ഈ വേദങ്ങൾ നമുക്ക് സാധാരണക്കാരന് പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് പോകാൻ പ്രയാസമായതുകൊണ്ട് ഇതിനെ ഈ വേദങ്ങളുടെ സത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥകൾ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഥകൾ വായിച്ച് ആസ്വദിക്കുക എന്നതിനപ്പുറം ഇതിനകത്തിലെ തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ തത്വങ്ങളിൽ കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആ തത്വങ്ങളെ ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു വ്യഗ്രത നമുക്കില്ല. നമുക്ക് കുറെ ചടങ്ങുകളാണ്. അപ്പൊ ഈ കർക്കിടക മാസം നാളെ മറ്റന്നാൾ കൂടെ കഴിയുമ്പോൾ രാമനെ പതുക്കെ മടക്കി കൊണ്ട് അലമാരിയിൽ വെക്കും. അപ്പൊ ആ രാവണനും ഹനുമാൻ എന്ന ആ പ്രാണനും ആ ഈശ്വരനും കൂടെ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അടുത്ത കർക്കിടക മാസം വരുമ്പോൾ വീണ്ടും അതിനെ തല്ലിപ്പൊക്കിയെടുത്ത് വീണ്ടും ചെതലൊക്കെ കളഞ്ഞ് മാറാലയൊക്കെ കളഞ്ഞ് നമ്മളെടുക്കും. അപ്പൊ ഈ കർക്കിടക മാസത്തിന് മാത്രമുള്ളതാണോ ഈ രാമായണം? അല്ല, എന്നും നമുക്ക് വായിക്കാനും അത് പഠിക്കണം. വായനയല്ല നമുക്ക് പ്രധാനം, ഇതിനകത്തെ തത്വങ്ങളെ പഠിക്കണം. ആരാണ് ശ്രീരാമൻ? ആരാണ് ഹനുമാൻ? ആരാണ് സീത? കാലനേമി ആരാണ്? അപ്പൊ ഈ ഇതിന് പോയപ്പോഴ് നമുക്ക് ദുർഘടമായിട്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കാലനേമി എന്ന ഒരു ആരാണ് സന്യാസി ശ്രേഷ്ഠൻ ഹനുമാനെ നമുക്ക് വിഘ്നം വരുത്തി. അതാരാണ്? രാവണൻ വിട്ട രാക്ഷസൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തില് ഇഷ്ടം പോലെ രാവണന്മാരുണ്ട്, ഇഷ്ടം പോലെ കാലനേമികളുണ്ട്. അപ്പൊ ഈ കാലനേമി എന്ന ആ കഥാപാത്രത്തെ നമ്മൾ കാണുന്നത് എന്താണ്? കമണ്ടലുമൊക്കെ ധരിച്ച, ഭസ്മക്കുറിയൊക്കെ തൊട്ട്, രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് ഒരാശ്രമമൊക്കെ വെച്ച് ആശ്രമത്തിൽ ഇങ്ങനെ കഴിയുകയാണ്. പക്ഷെ ബാഹ്യമായ ഈ എന്താണ് ഡെക്കറേഷൻസ് മാത്രമേ ആ വ്യക്തിക്കുള്ളൂ. ഉള്ളു മുഴുവൻ ആസുരീയ സ്വഭാവമാണ്. അത് തന്നെയാണ് ഇന്ന് നമ്മളിലെല്ലാം നടക്കുന്നത്. ഞാന് അടക്കം എല്ലാവരും ബാഹ്യമായ കുറെ ഷോയിൽ കൂടിയുള്ള ഭക്തിയാണ്. നമ്മുടെ ഉള്ള് എത്രമാത്രം പരിശുദ്ധമാണ്. കാമക്രോധ മത ലോഭങ്ങളാൽ നിറഞ്ഞ സന്യാസി വേഷധാരികളായ ഭക്തര് നിറഞ്ഞ ഈ കലിയുഗത്തില് നമുക്ക് ഭാഗവതത്തില് അവസാനം എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട് കലിയുഗ വർണ്ണന. സമയമുള്ളപ്പോഴ് അതെടുത്ത് വായിച്ചു നോക്കണം. 100-ന് 250% കറക്റ്റായിട്ടാണ് അത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റാണ്. അപ്പൊ നമ്മൾ എല്ലാം ഉദരപൂരണത്തിന് വേണ്ടിയും സൽപ്പേരിന് വേണ്ടിയും നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയും അറിയത്തില്ല സംതിങ് എൽസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഭക്തി ഇപ്പൊ വളർന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ അതിനകത്ത് ഏതാനും പേര് സംശുദ്ധമായിട്ട് ഇതിനെ നേരിൽ കണ്ട് ഇതിനെ മനസ്സിലാക്കി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ആഗ്രഹിക്കുന്നവരെയും ജീവിക്കാൻ മറ്റവര് സമ്മതിക്കത്തില്ല. കാരണം അവരെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരെ മാനസികമായി തകർക്കും. ഇത് തന്നെയാണ് രാവണനും ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാലനേമിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈശ്വരാധീനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കും ഒരിടത്തും പരാജയമില്ല. അവൻ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് തന്നെ പോകും എന്ന് തെളിയിക്കുന്ന കഥയാണ് ഹനുമാന്റെ കഥ. ഹനുമാൻ പോകുന്നു, അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്താണ്? ഇവരെ ജീവിപ്പിക്കണം. പർവ്വതം തന്നെ പുഷ്പം പോലെ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ ഹനുമാൻ എന്ന കഥാപാത്രത്തിന് ഈ ഈശ്വരൻ എന്ന് പറയുന്ന അണുവിലും അണുവാണ്. പക്ഷേ
ആ സ്ഥൂല ശരീരത്തെ അവർക്ക് ഏത് രീതിയിലും സ്വീകരിച്ചിട്ട് അതിനെ വലിപ്പത്തിലാക്കിയിട്ട് അവർക്ക് ഏത് പ്രവൃത്തിയും നിഷ്പ്രയാസം ചെയ്യാനുള്ള ആ പോസിറ്റീവ് എനർജി അവർക്കുണ്ട്. അതുകൊണ്ട് ആ പോസിറ്റീവ് എനർജിയും ഭക്തിയും കൂടെ ചേർന്ന് ഹനുമാൻ എന്ന ആ ഭക്തൻ എന്ത് ചെയ്തു? ഇതിനെ പൊക്കിയെടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നു അവരെ രക്ഷിച്ചു. അങ്ങനെ അവര് യുദ്ധം കഠിനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് വീണ്ടും രാവണന് ആശങ്കയുണ്ടാകുന്നു. അപ്പൊ ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മള് നാരായണൻ നമ്മളിപ്പോ പഠിച്ചു. എന്താണ് ഈശ്വരൻ? ഈ ആദ്യത്തെ ശ്ലോകം തന്നെയാണ് ഈശ്വരൻ എന്താണെന്നുള്ളത്. സാന്ദ്ര ആനന്ദ അവബോധാത്മകം. സാന്ദ്രമായ ആനന്ദവും അവബോധവുമാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ. അപ്പൊ ഈശ്വരനിൽ നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവബോധം വേണം. അവബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്നുള്ള ബോധം. ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ഞാൻ ആരാണ്, എന്റെ സ്വരൂപത്തെ ഞാൻ അറിയണം. എന്റെ സ്വരൂപത്തെ ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നമ്മളെ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഇതം സർവം ഈശാവാസ്യം. ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവനും ഈശ്വരമയമാണ്, ആരാധിക്കപ്പെടാൻ യോഗ്യമായവയാണ്. അങ്ങനെ ഞാനും നീയും കാണുന്നത് എല്ലാം ഈശ്വരമയമാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളിലെ ഷഡ്വൈരികളെല്ലാം പുറത്തേക്ക് പോവുകയും നമ്മൾ യഥാർത്ഥ ഒരു ഭക്തനായി തീരുകയും ചെയ്യും. അങ്ങനെ ആ യഥാർത്ഥ ഭക്തനായി തീരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സാന്ദ്രമായ ആനന്ദം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി തുള്ളും. അതാണ് സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം. അനുപമിതം, ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കുന്നതല്ല ഈ പരമാത്മ തത്വത്തെ അറിഞ്ഞവന്റെ ആനന്ദം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ രാമായണം 30 ദിവസം വായിച്ചു കഴിഞ്ഞിട്ട് 31-ാമത്തെ ദിവസം എല്ലാം 1-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, അല്ലെ ടീച്ചർ പറഞ്ഞു, അല്ലേല് ഇങ്ങനെ പറഞ്ഞു, പരമാനന്ദമായ സാന്ദ്ര ആനന്ദമാണ് ഭക്തി എന്ന് പറഞ്ഞിട്ട് മുറ്റത്തിറങ്ങി തുള്ളിച്ചാടിയാൽ കാലും കൈയും ഒടിയുമെന്നല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ ആനന്ദം നമുക്ക് വരുന്നില്ല. ആനന്ദം വരണമെങ്കിൽ, ആനന്ദം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാണ്. അത് വരണമെങ്കിൽ നിസ്സാരമായ കാര്യമല്ല. അപ്പൊ ആ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. അത് എത്രമാത്രം വിജയിക്കുന്നുണ്ട്. ആ വിജയിക്കണമെങ്കിൽ രാമായണം നമ്മളിങ്ങനെ എന്താണ് പ്രാക് വായന എന്ന് പറയുന്നതിന്, പ്രാക് വായനയിലൂടെ പോയാൽ പോരാ. പിന്നാണ് കഴിഞ്ഞ ദിവസം ഇതിനാൽ പറഞ്ഞാൽ എന്താണ് ശ്രദ്ധ. ഗീതയിൽ പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ജ്ഞാനം ലഭ്യത്തെ എന്താണ് പരം ആയ സന്തോഷം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരമമായ സന്തോഷം ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെങ്കിൽ അവന് ജ്ഞാനം വേണം. നമുക്ക് അന്ധവിശ്വാസങ്ങളാണ്. ഞാൻ അതിന് ഉദാഹരണം പറയാം. ഞങ്ങളുടെ പത്തനംതിട്ട തിരുവല്ലയ്ക്കടുത്ത്, സമയമുള്ളതുകൊണ്ട് പറയുക, സമയം ഉണ്ട് എനിക്ക്. അപ്പൊ ഒരമ്പലമുണ്ട്, ഹനുമാന്റെ അമ്പലം. എല്ലാം അന്ധവിശ്വാസമാണ്, നമുക്ക് അറിവില്ല. അപ്പൊ ഹനുമാന്റെ വലിയ കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ വഴിപാട് പ്രധാനമായിട്ട് ഹനുമാന് ഉഴുന്നുവട കൊണ്ടുള്ള മാല. അപ്പൊ എല്ലാവരും അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഉഴുന്നുവടയുടെ മാല കൊണ്ടുവന്ന് ദിവസവും ഈ ഹനുമാൻ സ്വാമിക്ക് അങ്ങ് ഇടുകയാണ്. ഈ കഴിഞ്ഞ വർഷം വരെ നടന്ന സംഭവം. അങ്ങനെ വന്നപ്പോഴാണ് ഈ രാമായണത്തെ കുറിച്ച് ഒത്തിരി ക്ലാസ്സുകളും, എനിക്കൊന്നും ഇല്ല, രാഹുൽ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ആയിരിക്കാം, ആ വിസ്തരിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്തിൽ പ്രത്യേകം പറഞ്ഞു വടമാല എന്ന് പറയുന്നുണ്ട്. രാമായണത്തിന്റെ അവസാനം എല്ലായിടത്തും ജയിച്ചൊക്കെ വരുമ്പോ ഈ കവികളെല്ലാം കൂടെ വടമാല ഉണ്ടാക്കി ഹനുമാൻ ഇടുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ കേരളക്കാർ വിചാരിച്ചു വട എന്ന് പറഞ്ഞപ്പോ ഉഴുന്നുവടയാണെന്ന്. അവരെ ദിവസം ഉഴുന്നുവട കൊണ്ടുവന്ന് ഹനുമാൻ ഇടും. ഉറുമ്പെല്ലാം കൂടെ കയറിയിട്ട് ഹനുമാന് ചൊറിയാനും വയ്യ, കൈ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ വന്നപ്പോ കഴിഞ്ഞ വർഷം തൊട്ട് വട ഉപേക്ഷിച്ച്. എന്താണ് വടമാല? അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്താണ്? ആലിന്റെ കമ്പ് കൊണ്ടുണ്ടാക്കിയ, കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ, വടവൃക്ഷത്തിന്റെ കമ്പ് കൊണ്ടുണ്ടാക്കിയ മാലയ്ക്കാണ് വടമാല എന്ന് പറയുന്നത്. അപ്പൊ അതിന് പകരം ഉഴുന്നുവട. രാമരാമ എന്ന് പറഞ്ഞാലാണ് കേരളത്തിലെ ആൾക്കാർ പറയും, വാൽമീകി മഹർഷിയോട് സനൽകുമാരന്മാര് അല്ലെ ഋഷീശ്വരന്മാര് പറഞ്ഞു,
ആ മരം ഈ മരം എന്ന് വായി പറഞ്ഞോളാൻ പറഞ്ഞു. ഇത് കൈലാസത്തിന്റെ സമീപത്തുള്ള പിന്നെ ആണ് നമ്മൾ പറയുന്ന ആ താഴ്വരയിലിരുന്ന വ്യാസഗുഹയിൽ ഒക്കെ ഇരുന്ന് എഴുതിയ കഥകളാണ്. അവിടെ മരത്തിന് മരമെന്നല്ല പറയുന്നത്, ഒന്നിലെ തരു, സംസ്കൃതത്തിൽ പറയും തരു എന്ന് പറയും, ഹിന്ദി പറയും പേടെന്ന് പറയും. അപ്പൊ നമ്മളെ ആൾക്കാർ പറഞ്ഞു ആ മരം ഈ മരമെന്ന് ജപിച്ചു. അങ്ങനെ വളച്ചൊടിച്ച് ഇതിനെയെല്ലാം അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോ അത് മാറ്റി പറഞ്ഞാലേ ഒരു കാരണവശാലും ഈ പഴയ ആൾക്കാരൊന്നും മാറ്റത്തില്ല. അപ്പൊ ഈ അന്ധവിശ്വാസത്തെ മാറ്റണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകൾ എടുത്തിട്ട് വസ്തുനിഷ്ഠമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. വടമാല, വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആലാണ്. ആ മരം ഈ മരം എന്നല്ല പറഞ്ഞേ. ആ രാമ എന്നുള്ള അക്ഷരങ്ങളെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് വ്യക്തമായിട്ട് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വായിക്കുന്നവർ പോലും ഇത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ പഠിക്കണം. പഠിച്ചിട്ട് ഇതിനകത്തെ തത്വങ്ങൾ, ആരാണ് രാവണൻ? നമ്മളെല്ലാം രാവണന്മാരാണ്. ഓരോ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ രാവണന്മാരുണ്ട്. സുഖഭോഗങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെ പോലും മരണത്തിലേക്ക് വിട്ടുകൊണ്ട് വിഷയസുഖങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന രാവണന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അവര് മക്കളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഒന്നുമില്ല. അവർക്ക് അവരുടെ കാര്യം. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അങ്ങനെ എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അപ്പം അന്നും രാവണന്മാരുണ്ട്, ഇന്നും രാവണന്മാരുണ്ട്. അതിനിടയ്ക്ക് കുറെ സാത്വികരായ ആൾക്കാർ വന്നേ പറ്റത്തുള്ളൂ. ഇതിനെയെല്ലാം മാറ്റിമറിച്ച് ഒരു ചലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറെ പേര് ഇതിനെയെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതാണ് ജീവിതം, നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവൂ, ഇന്ന് അനുഭവിക്കുന്ന സുഖത്തിന് നാളെ ഒരു ദുഃഖം ഉണ്ട് എന്ന് ഉള്ള അവബോധം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കണം. ഹിന്ദു സമൂഹത്തിന് അത് വളരെ കുറവാണ്. കാരണം മറ്റ് സമൂഹങ്ങളെല്ലാം അവർക്ക് അവരുടേതായ ഒരു കർശന സ്വഭാവമുണ്ട്. ഹിന്ദു സംസ്കാരത്തിന് ഒരു കർശന സ്വഭാവമില്ല. നിനക്ക് വേണേ വേണം, വേണ്ടായേ വേണ്ട, ആരെയും അനുസരിക്കണ്ട, ആരെയും ഭയമില്ല. അവർക്കതല്ല, അവരുടെ തലപ്പത്തിരിക്കുന്ന അവരുടെ ആൾക്കാരെ അവർക്ക് ഭയമുണ്ട്. നമ്മൾ ഇന്നിപ്പോ വിളിച്ചാൽ വേറെ പണിയൊന്നുമില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പോകും. അതാണ് ഇത് ഈ മൂല്യച്യുതിക്ക് കാരണം. അപ്പൊ നമ്മൾ കുറെ പേര് ഇറങ്ങിയിട്ട് ഈ കുറെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിന് വ്യത്യാസമുണ്ടാകും എന്നാണ് അനുഭവങ്ങൾ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടി ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഇപ്പം നമ്മുടെ യോഗ വഴി രാമായണം കുട്ടികളെ പങ്കെടുപ്പിക്കും. കുട്ടികളെയാണ് ഇതല്ല, ഞാൻ എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ബേസിക്കലി കുട്ടികളെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്. ബേസിക്കായിട്ട് വാട്ടവർ നമുക്ക് കിട്ടുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മുതലാണ്. അതേസമയം കതിരിന്മേൽ കൊണ്ട് വളം വെക്കുമ്പോൾ അതിന് അത്രയ്ക്ക് വലിയ ഗുണം കിട്ടത്തില്ല. ചെറുപ്പത്തിൽ നമ്മൾ എന്താ അവർക്ക് അടിത്തറയായിട്ട് ഇട്ടുകൊടുത്തോ അത് അവന്റെ മനസ്സിൽ കല്ലിൽ എഴുതിയ പോലെ കിടക്കും. അവൻ അത് എത്രയായാലും ഫോളോ ചെയ്യും. എനിക്കത് നല്ലപോലെ അനുഭവമുണ്ട്. ഞാൻ കുറെ ആധ്യാത്മിക ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ആ കുട്ടികളൊക്കെ എത്ര നല്ല ഒബീഡിയന്റ് ആയിട്ട് സ്നേഹമുള്ള റെസ്പെക്റ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് വന്നു എന്നുള്ളത് എനിക്ക് അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് അതാണ് പറയാം. അവസാനം രാവണൻ എന്താണ് സംഭവിച്ചത്? മക്കള് പോയി. ഇനി യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇനി ഹോമം നടത്തുകയാണ്. ശുക്രാചാര്യരെ സമയമുണ്ട്, ഭാഗ്യം സമയമുള്ളത് കൊണ്ട് പറയുകയാണ്. ശുക്രാചാര്യരെ വിളിച്ചിട്ട് നികുംബിനിയിലെ വലിയൊരു ഹോമം നടത്തി. ശുക്രാചാര്യർ പറഞ്ഞ് ഹോമത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഭയങ്കര ശിവഭക്തനാണ് രാവണൻ. രാവണൻ ശക്തനാണ്. പക്ഷെ സ്വഭാവത്തിന്റെ കുഴപ്പം കൊണ്ടാകുന്ന നെഗറ്റീവ്സിനാണ് ഈ സംഭവിക്കുന്നത്. അഹങ്കാരം. നമുക്ക് എവിടെ അഹങ്കാരം കൂടുന്നുവോ അവിടെ തകർച്ച ഉറപ്പാണ്. താൽക്കാലികമായ വിജയം മാത്രമേ നമുക്ക് നേടാൻ കഴിയത്തുള്ളൂ. തകർച്ച പുറകെ
ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ട് പുറകെ വരുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ ആധ്യാത്മികതയിൽ കൂടി എല്ലാവർക്കും കൊടുത്താൽ കുറെയൊക്കെ നന്നായി. ഇപ്പൊ കുറെ ആൾക്കാർ മാറിയിട്ടുണ്ട്. ഇനി അതുപോലെ ക്ഷേത്രങ്ങളെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ്, ക്ഷേത്രങ്ങളിലെ മുക്കാൽ ആൾക്കാരും 99% ആൾക്കാരും മുമ്പേ ഞാൻ പറഞ്ഞ പോലെയുള്ള ഈ കാലമേനി ടൈപ്പുകളാണ്. രാവിലെ എഴുന്നേക്കും, ഭസ്മം തൊടും, എന്താന്നിടും, പിന്നെ കാവ്യ വസ്ത്രം എടുക്കും, എന്നിട്ട് പോകും. എന്നിട്ട് മാനസികമായി മറ്റുള്ളവരെ ഹിംസ ചെയ്യുന്നവരാണ്. എങ്ങനെ മറ്റുള്ളവരെ ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല അർത്ഥം. വാക്കുകൾ കൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനെയാണ് ഹിംസ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള രാവണന്മാരും കാലമേനികളും നിറഞ്ഞ ഈ കലിയുഗത്തിൽ സാത്വികരായ ആൾക്കാർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കഠിനമായും പ്രയത്നിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ യുദ്ധത്തിന്റെ അവസാനം ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. മേഘനാഥനെ, ഇന്ദ്രജിത്തെ ഒക്കെ മരിച്ചിട്ടും ഈ രാവണൻ വീണ്ടും വിജയത്തിനു വേണ്ടി കാത്തു കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരെയാണ് പോയി ആത്മഹത്യ ചെയ്യും, എന്നിട്ടും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് രാമബാണം ഏറ്റിട്ട് ശരീരം മുഴുവൻ മുറിഞ്ഞ് വേദനിച്ചിട്ട് സഹിക്കവയ്യാതെ എന്ത് ചെയ്യുന്നു? ധീരത കൈവിട്ടിട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ച് പോകുന്ന ഭാഗം വരെയാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ഇവിടെയെല്ലാം ഞാൻ ഒരു വാക്ക് പറയാൻ മറന്നുപോയി. ഈ കൊരങ്ങന്മാരെന്ന് പറഞ്ഞ കവികളെയാണ് നമുക്ക് ഇവിടെ ഭടന്മാരായിട്ട് അല്ലെങ്കിൽ സഹായികളായിട്ട് ഇത് നമുക്ക് രാമന്റെ കൂടെ ഒക്കെ ഉള്ളത്. എന്താണ് അതിനകത്തിലെ സൈക്കോളജി? ഈ കവികളെന്ന് പറഞ്ഞാല് ചഞ്ചല മനസ്സുള്ളവരാണ്. അവര് സ്ഥിരമായിട്ടൊരു ബുദ്ധിയുള്ളവരല്ല. അവരെ ആരെങ്ങോട്ട് വിടുന്നോ അവരതുവഴി പോയി അവരെ എറിഞ്ഞും കുത്തിയും അങ്ങനെയെല്ലാം കൊള്ളും. സ്ഥിരമായി ഒരു മനസ്സുള്ളവനാണ് കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കുമ്പോൾ തിരിഞ്ഞ് രാമന് തന്നെ എതിരെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ബാലി, ശക്തനായ ഭാഗവതോത്തമനായ ബാലിയെ വധിച്ചത്? ബാലി ശക്തനായിരുന്നു. പക്ഷേ ഇവിടുത്തെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, ബാലി എന്ന ശക്തനെ നിലനിർത്തിക്കൊണ്ട് പോയാൽ ശക്തന്റെ കൂടെ ഒരിക്കലും നമ്മൾ ആപത്ത് കാലത്ത് കൂട്ടുപിടിക്കാൻ പാടില്ല. ശക്തർ നമ്മളെ അവരുടെ ഉള്ളിൽ അടിമയാക്കി കളയും. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി സൈക്കോളജിക്കലി ഉള്ള ഇഫക്റ്റ് ഇതിനകത്തിലെല്ലാം ഉള്ളത് കൊണ്ടാണ് ആ ബാലി. അല്ല, ബാലിയോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. നിലനിൽപ്പിന് വേണ്ടി ബാലിയെ കൊന്നു. നിലനിൽപ്പിന് വേണ്ടി ഇവരെ കൊരങ്ങന്മാരായിട്ട് ദേവന്മാരെല്ലാം അവതരിച്ചു. ഹരിയോം. ഞാന് ഇത്രയും പറയാൻ എനിക്ക് അവസരം കിട്ടിയത് ഗുരുവായൂരപ്പന്റെ അല്ലെ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹമാണ്. അടുത്തത് പിന്നെ ഈ നമുക്ക് എല്ലാവർക്കും നേരെ ഇരിക്കാം. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എത്ര എത്ര ഹൃദാതകീർത്തനം തത്ര തത്ര മസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമ്യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശ്രീഹരി ഓം നമഃ. ഗുരുഭ്യോ നമഃ. ഹരി ഓം. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഗിരിജാക്കയ്ക്കും ഈ പ്രസ്ഥാനത്തിനും കോടിക്കോടി പ്രണാമം. ഹരി ഓം. ഹരി ഓം. ഇന്നത്തെ പാരായണം വളരെ തന്മയത്തോടും സ്പഷ്ടമായും ഇമ്പത്തോടും കൂടി ചൊല്ലിയ നമ്മുടെ ആസ്വാദനത്തിന് മാറ്റുകൂട്ടിയ പ്രഭ വിജയകുമാർ അക്കയ്ക്കും വിജയൻ അണ്ണനും പുഷ്പ അക്കയ്ക്കും ബിന്ദു അക്കയ്ക്കും ഉഷാമാധവൻ അക്കയ്ക്കും എല്ലാവർക്കും നമ്മുടെ സമിതിയുടെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. ഇനി ഇന്നത്തെ സാരാംശം വളരെ വ്യത്യാസമായി ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിന്റെ കഥാപാത്രങ്ങളുടെ പ്രാധാന്യവും പിന്നെ അതിലെ ഉൾക്കൊണ്ടിട്ടുള്ള തത്വങ്ങളെയും വളരെ വിശദീകരിച്ച് ചൊല്ലിയ രാജമാക്കും
സമിതിയുടെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. പിന്നെ ബാക്കപ്പിൽ ബിനി അക്കയും ഗിരിജ രാജേന്ദ്രൻ അക്കയും അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും നട്ടിൽ നിവർന്ന് ഇരിക്കുക. കൈകൾ നമസ്കാര സ്ഥിതിയും, കണ്ണുകൾ മൃദുവായി അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗവേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.